ഉച്ചയ്ക്ക് ഊണിൻ്റെ കൂടെ കൊടുക്കാനുള്ള നല്ല പോർക്കാണ് കേട്ടോ. കിടന്ന് വരട്ടിയ മാതിരി എടുക്കും അല്ലേ? പോർക്കൊക്കെ എല്ലാ ദിവസവും ഉണ്ടല്ലോ അല്ലേ? എല്ലാ ദിവസവും ഉണ്ട്. പോർക്കുണ്ട്, ബീഫുണ്ട്, ചിക്കൻ ഉണ്ടാ ഉച്ചയ്ക്ക്? ഇനി കുറച്ചും കൂടി വരാനുണ്ട് അല്ലേ? ഒരടുപ്പിൽ ബീഫും ഒരടുപ്പിൽ പോർക്കും ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. തേങ്ങയൊക്കെ കുറേ കൊത്തിയിട്ടുണ്ട് അല്ലേ? ഇതിനി വേറെ വീണ്ടും വെക്കുവോ? അത് എത്ര തന്നെയുള്ളൂ? ഇത് തീരുമ്പോ അങ്ങോട്ട് നിർത്തും അല്ലേ? ഇതെന്നെ അമ്മമ്മ കൂന്തലാ? അത് കൂന്തല്. കൂന്തല്, ഇത് പോർക്ക്, ബീഫ്. ഇവിടത്തെ സ്പെഷ്യലുകളാണ് കേട്ടോ ഇതെല്ലാം. ഇതാണ് അമ്മമ്മ കഴിച്ചോ? എന്റെ കടയുടെ ഐശ്വര്യം അമ്മയാണ് ഇന്ന്. ഇത്രയും കാലം നടത്തിയ കാരണം എന്റെ അമ്മയുടെ ഒരു സഹകരണം കൊണ്ടാണ്. എനിക്ക് ഭയങ്കര ഫേവറേറ്റ് സാധനം കേട്ടോ. പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം എന്താ വെച്ചാല് മാമ്പഴം ഉള്ള സമയത്ത് മാത്രല്ലേ ഇത് കിട്ടുള്ളൂ. മാമ്പഴം നല്ല മധുരമുള്ള മാമ്പഴം. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൃശ്ശൂർ ജില്ലയിലാണ് ഇത്. ഇരിങ്ങാലക്കുട നമ്മളെ സിവിൽ സ്റ്റേഷൻ ഉണ്ടല്ലോ, മിനി സിവിൽ സ്റ്റേഷൻ്റെ തൊട്ടടുത്തായിട്ട് വീട്ടിലെ വീട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഷീല ചേച്ചിയാണ് ഒരുപാട് വർഷം, 30 വർഷത്തിനടുത്തായിട്ട് ഇങ്ങനെ ചെറിയ കടയായിരുന്നു, വീട്ടിൽ തന്നെ ഊണ് കൊടുത്ത് അങ്ങനെ അവരുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും, മക്കളെ വിദ്യാഭ്യാസം, മക്കളെ കല്യാണം എല്ലാം ആ ഇതുകൊണ്ട് ഒറ്റ കാര്യം കൊണ്ട് നടത്തിയതാണ്. അപ്പം നമുക്ക് അങ്ങനത്തെ ഉള്ള ആളുകളെയൊക്കെ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുമ്പോൾ ഞാൻ ഭയങ്കര പ്രൗഡാണ്. കാരണം അവർ ഒരു ലേഡി ഒറ്റയ്ക്ക് അച്ഛനില്ലാത്ത കുട്ടികളെ വളർത്തി ഇത്രയും കാര്യങ്ങൾ ചെയ്തത് നമ്മളിങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ പതറിപ്പോകുന്ന വഴിയിൽ നിന്ന് പോകുന്ന കുറേ മനുഷ്യരുണ്ട്. അവർക്കൊരു ബലമാണ് ഈ കഥകളൊക്കെ കേൾക്കുമ്പോഴേ, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെ കേൾക്കുമ്പോൾ. 60 രൂപയ്ക്ക് വാഴ ഇലയിലാണ് ഊണ് കൊടുക്കുന്നത്. അപ്പോൾ ഷീല ചേച്ചിയുടെ മോള് അശ്വതിയാണ്. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് നാളായിട്ട് അശ്വതി പറയും ഇടയ്ക്ക് വരണേ ചേച്ചിന്ന്. എനിക്ക് വരാനൊത്തില്ല. അപ്പം ഇന്ന് ഇവിടുത്തെ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത്. അതേ നല്ല മാമ്പഴ പുളിശ്ശേരി കണ്ട എത്ര കുറുകിയിട്ടാണെന്ന് നോക്കി. വെള്ളരിക്കയും ഉണ്ട്. ഇതിലാണെങ്കിലേ അച്ചിങ്ങയും കായയും കൂടി വളർത്തിയതാണ് കേട്ടോ. ഇവരിവിടെ പയറുപ്പേരി എന്ന് പറയും. അപ്പോൾ ഇവിടെ ഇന്ന് മുതൽ പൊതിച്ചോറും കൂടി തുടങ്ങുകയാണ് കേട്ടോ. അത് ഇങ്ങനെ വാഴ ഇലയിൽ ചീരത്തോരൻ അല്ലേ? പച്ചച്ചീര ഉണ്ടല്ലോ, അതിൻ്റെ തോരനുണ്ട്. ചിക്കൻ വറുത്തത്, മുട്ട ഉണ്ട്. മുട്ട ഇല്ലാണ്ട് എന്ത് പൊതിച്ചോറ് അല്ലേ? തേങ്ങ ചമ്മന്തി, ഒരു കഷ്ണം മീൻ വറുത്തതും ഉണ്ട്. കൊണ്ടാട്ടമുളക് വറുത്തതുണ്ട്. ഇന്ന് പിരുമ്പുളി അച്ചാറാണ് കേട്ടോ. ഇതിങ്ങനെ പൊതിഞ്ഞ് വെച്ചിട്ട് നമ്മളിനി കഴിക്കാൻ നേരത്തെ അഴിക്കുമ്പോൾ ഒരു പ്രത്യേക മണമായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു പൊതിച്ചോറ് 180 രൂപയാണ് കേട്ടോ. ഇത്രയും കറികളുണ്ട്, ചിക്കൻ വറുത്തതുണ്ട്, മീൻ വറുത്തതുണ്ട്, മുട്ട വറുത്തതുണ്ട്, എല്ലാവരും കൂടെ ചേർത്തിട്ട്. അപ്പോൾ ഇന്ന് മുതലാണ് പൊതിച്ചോറ്. ഇത്രയും ദിവസം ഇവിടെ പൊതിച്ചോറ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളിന്ന് വീഡിയോ എടുക്കാൻ വന്ന ദിവസം തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. ഇന്ന് ഒരു പൊതിച്ചോറും കൂടെ കിട്ടും. ഇന്നത്തെ സ്പെഷ്യലുകളാണ് ഇതാ: കൂന്തലുണ്ട്, ചെമ്മീൻ, ചിക്കൻ വറുത്തത്, പിന്നെ പോർക്ക്, ബീഫ്, ലിവർ റോസ്റ്റ്, മീൻ വറുത്തത്. കട തുടങ്ങുന്ന പറഞ്ഞാൽ ഞാൻ ചേട്ടനുള്ളപ്പോൾ ഒരു തട്ടുകട തുടങ്ങാനാണ് മുന്നേ നോക്കിയത്. ചേട്ടൻ ഇങ്ങനെ കിഡ്നിക്ക് അസുഖമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ തട്ടുകട നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഉണ്ടായ ഒരു മാല കൊണ്ട് വിറ്റിട്ടാണ് ഇത് തട്ടുവണ്ടി മേടിച്ചത്. അങ്ങനെ ആ മാല കൊണ്ട് വിറ്റുമ്പോൾ തട്ടുവണ്ടി മേടിച്ച് അതിലേക്ക് കൊള്ളിയും കോട്ടിയും അങ്ങനെയൊക്കെ ആയിട്ട് കൊണ്ട് വിറ്റ് അതങ്ങനെ ചെയ്തു. അങ്ങനെ ഇരിക്കില്ല. പിന്നെ ആൾ പറഞ്ഞു സിവിലിൻ്റെ പണി വരുന്നുണ്ട്, നമുക്ക് അവിടെ ഷെഡ് പോലെ കെട്ടാമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ഷെഡ് പോലെ കെട്ടി കോടതിയും സിവിലും ഒരുമിച്ച് വന്നേ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ പിന്നെ അവിടെ വെച്ച് ഷെഡ് പോലെ ഓലോണ്ട് കെട്ടി ആ തട്ടുകടി ഇട്ട് കട തുടങ്ങി. അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങിയ കട അത് ഇന്ന വരെ അത് ഇത്രയും അല്ല അങ്ങനെ എല്ലാം കൂടി കൂട്ടുകയാണ് 30 കൊല്ലത്തോളായി കട നോക്കിയിട്ട്. ചേട്ടൻ മരിച്ചപ്പോൾ കുറച്ച് നാൾക്ക് നമുക്ക് നല്ലൊരു ബുദ്ധിമുട്ടും വിഷമം. എൻ്റെ കട ഞങ്ങൾ സ്കൂൾ വിട്ട് വരുമ്പോൾ കൊല്ലവും കൊടുക്കാതില്ലാണ്ടൊക്കെ ഞാൻ വിഷമിച്ചിട്ടുണ്ട്. 60 രൂപയ്ക്കാ കൊടുക്കണേ. അന്ന് തുടങ്ങുമ്പോഴോ എത്ര രൂപയ്ക്ക് കൊടുത്തു ഊണൊക്കെ? 12 രൂപയാണ് ചോറിനുണ്ടാവുക. പിന്നെ മീനായാലും എത്രയാ അതെനിക്ക് ഓർമ്മയെ കിട്ടണില്ല. അത് അധികം കാശൊന്നും ഇല്ല അന്ന്. മീന് കിടാങ്ങളൊക്കെ 4 പിള്ളേരും മീനൊക്കെ നന്നാക്കി തന്നു പോവും എനിക്ക്.
ചേട്ടൻ മരിച്ചപ്പനെ കട നടത്തിയപ്പോളേ അന്നോട്ട് ചോറ് ഉച്ചയ്ക്ക് ചോറ് പിന്നെ വൈകിട്ട് കഴിഞ്ഞ് ആൾക്കാർ ചോറ് വേണ്ടവര് പറയുമ്പോ അപ്പൊ അവർക്ക് ചോറ് വെച്ചു കൊടുക്കും, കാലത്ത് കഞ്ഞി ഇതൊക്കെ കൊടുത്തായിരുന്നു പണിക്കാർക്ക്. അമ്മയും തന്നെയാണല്ലോ. ഇവിടെ ആങ്ങളെ രണ്ട് വളർത്താൻ നമുക്ക് വഴിയില്ലല്ലോ. ആ ധൈര്യം ഉണ്ടായിരുന്നു. 12 മണി വരെ നമുക്ക് ഊണാവുന്നുണ്ട്. തീരുന്ന 3 മണി വരെ കൊടുക്കും. അപ്പോഴും ബാക്കി വന്ന നമ്മുടെ വീടല്ലേ, ആരായാലും വന്ന ഇല്ല അത് പറഞ്ഞ വീട്ടില് നമുക്ക് എടുത്ത ചോറായാലും നമ്മള് കൊടുക്കും. സ്പെഷ്യലുകളൊക്കെ എങ്ങനെയാ കൊടുക്കുക? ഇതിപ്പോ 120 രൂപയ്ക്ക് പോർക്ക്, ബീഫ് 100 രൂപയ്ക്ക്, 100 രൂപ. പിന്നെന്താ ഉള്ളത്? മീൻ പിന്നെ നമ്മള് 40 രൂപ വെച്ചാണ് ഡെയിലി മീൻ 40 രൂപ വെച്ചാണ് കൊടുക്കുന്നത്. ഊണ് അവൻ 100 രൂപ. അല്ലാണ്ട് കക്കയും ചെമ്മീനും ഒക്കെ കാണും അല്ലേ? കക്കയും ചെമ്മീനൊക്കെ കൊടുക്കുമ്പോ അതിൻ്റെതായ കാശ് കിട്ടുന്നതിനനുസരിച്ച് മീൻ കിട്ടുന്നതിനനുസരിച്ച് വിൽക്കിയതും 40 രൂപയ്ക്കാണ് മീൻ കൊടുക്കണത്. കിളിമീനായാലും വയലായാലും അങ്ങനെയൊക്കെ നമ്മളെ സ്ഥിരം ആൾക്കാരാണ് വരുന്നവരെ, അവരോട് ഒരു വില പറയാൻ പറ്റില്ല. പണ്ടേ ഉള്ളതെന്ന് പറഞ്ഞാൽ അത്ര കൊല്ലം അവര് ഉള്ളവരാണ് ഈ ഇവിടേക്ക് വരുന്നത് സ്ഥിരം. അപ്പൊ പിന്നെ അവർക്ക് നമ്മള് അവര് എല്ലാ കഥകളും ഒക്കെ അറിയണവരാണ്, എല്ലാവരും അറിയണവരാണ്. ഇവരെടുത്തുണ്ടായിരുന്ന ആൾക്കാരാണ് ഇപ്പൊ ഉണ്ണാ വരുന്നത്. കുട്ടികളെ ഭംഗികളായിട്ട് കാര്യങ്ങൾ പോയി. ഞായറാഴ്ച ദിവസം ഇല്ല അല്ലേ? എല്ലാ ദിവസം ഉണ്ട് ഞായറാഴ്ച. ഞായറാഴ്ച ചോദിച്ചാൽ എല്ലാ ദിവസം ഉണ്ട്. ഞായറാഴ്ച കുടുംബശ്രീയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിന് നിൽക്കും. മതിട്ടാ, മതി അധിക. വേണ്ട, എനിക്ക് മാമ്പഴ പുളിശ്ശേരി മതി. അപ്പോൾ ഒഴിക്കാൻ വേണ്ടിയിട്ട് മീൻചാറുണ്ട്, അതും ഇരുമ്പമ്പുളിയൊക്കെ ഇട്ട് വെച്ചിട്ടുള്ളത്. പിന്നെ സാമ്പാറുണ്ട്. മാമ്പഴ പുളിശ്ശേരി കണ്ടപ്പോൾ എനിക്ക് വേറൊന്നും വേണ്ട, അതുകൊണ്ട് ഞാനൊന്നും വേറൊന്നും മേടിച്ചിട്ടില്ല. മെഴുക്ക് വരട്ടിയും പപ്പടവും ഒക്കെ ഉണ്ട് കേട്ടോ. ഒരു കറിയും ഇനി വേണ്ട, ഇതന്നെ മതി. എന്തൊരു സ്വാദ. ഇതന്നെ അമ്മമ്മ കൂന്തലാ? അത് കൂന്തല്. ഇത് പോർക്ക്, ബീഫ്. ഇവിടത്തെ സ്പെഷ്യലുകളാണ് കേട്ടോ ഇതെല്ലാം. ഇതാണ് അമ്മമ്മ കഴിച്ചോ? എന്റെ കടയുടെ ഐശ്വര്യം അമ്മയാണ്. ഇത്രയും കാലം നടത്തിയ കാരണം എന്റെ അമ്മയുടെ ഒരു സഹകരണം കൊണ്ടാണ്. കഴിച്ചിട്ടില്ലല്ലോ. ഇനി ഊണൊക്കെ എപ്പോഴാ? കഴിക്കൂല. ഭയങ്കര അടിപൊളിയുണ്ട്. കുമ്പളങ്ങയാണ് അല്ലേ? വെള്ളരിക്ക. മാമ്പഴം അല്ലാണ്ട് അതിന്റെ കൂടെ വെള്ളരിക്കയും കൂടി ഉണ്ട്. എൻ്റെ ഒരു കഴിക്കൽ കണ്ടട്ടെ എനിക്ക് വീണ്ടും ഒന്നുകൂടെ വിളമ്പി തന്നതാണ് കേട്ടോ. അങ്കമാലിലും തൃശ്ശൂരും ഒക്കെ വന്ന പോർക്ക് കഴിക്കാണ്ട് പോകേണ്ടത് ശരിയല്ലല്ലോ. അടിപൊളി. അതിപ്പോഴും അടുപ്പയിൽ ഇങ്ങനെ കിടക്കുക കേട്ടോ. അപ്പം ഞാൻ വരണ്ട് സൂപ്പറായിട്ടുണ്ട്. ഓംലേറ്റ് വേണമെങ്കിൽ അങ്ങനെയും സ്പെഷ്യൽ ഉണ്ട് കേട്ടോ. അപ്പം ഇതൊന്നും വേണ്ടാന്ന് വെച്ചാൽ ഇവിടെ അമ്മമ്മയും ഇവിടുത്തെ ഷീല ചേച്ചിയും 2 പേരും കൂടിയാണ് ഇത്രയും വർഷം. പിള്ളേരൊക്കെ ചെറുതല്ലേ, പിള്ളേരൊക്കെ വലുതാവുന്നത് വരെ അവർ 2 ആളും തന്നെയാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ചെയ്ത്. അപ്പം ഇങ്ങനെയൊക്കെ ഇന്നിപ്പോൾ കാണുന്ന സംവിധാനത്തിലേക്കൊക്കെ എത്താൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അതിൻ്റെ പിന്നിൽ എത്ര അധ്വാനം ഉണ്ടാവും എന്ന് നമുക്ക് ഊഹിച്ച് നോക്കിയാൽ മനസ്സിലാവും. അപ്പം അങ്ങനെ ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇന്നിപ്പോൾ ഇത്രയും ഒരു സൗകര്യത്തിലേക്കൊക്കെ വന്നെങ്കിൽ അവരെ കഷ്ടപ്പാട് മാത്രമാണത്. വേറെ ആരും സഹായിച്ചിട്ടൊന്നുമല്ല. ഈ 2 മനുഷ്യരുടെ അധ്വാനത്തിൻ്റെ ഫലമാണ്. നല്ല ഭക്ഷണമാണ് കേട്ടോ. ചിക്കൻ ഫ്രൈ, ഊണിൻ്റെ കൂടെ ചിക്കൻ ഫ്രൈ കിട്ടുന്ന സ്ഥലങ്ങൾ കുറവാണല്ലോ അല്ലേ? നല്ല മസാല. ബീഫ് തേങ്ങ കൊത്തൊക്കെ ഇട്ട് വരട്ടിയ ബീഫ്. നമ്മളാദ്യം പൊതിഞ്ഞ് വെച്ച പൊതിച്ചോറാണ് കേട്ടോ. അപ്പം അങ്ങനെ ഊണൊക്കെ കഴിച്ചിട്ട് ഞങ്ങളിത് ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ. നല്ല ഭക്ഷണം, നല്ല അടിപൊളി ഊണ്. മാമ്പഴക്കൂട്ടാനാണെങ്കിൽ അതിലും നല്ല രസം. ഇനി വരാം. ഇനി ഇടയ്ക്ക് മാമ്പഴക്കൂട്ടാൻ കുതിയാകുമ്പോൾ ഇങ്ങോട്ട് വരാം. മാമ്പഴം ഉള്ള സമയത്ത് അല്ലേ?
ഇപ്പം എല്ലാവരും ഇവിടെ ഊണ് കഴിക്കാൻ വരുന്ന സമയമായിട്ടുള്ളൂ. ഞങ്ങൾ ഈ തിരക്ക് വരണേ മുമ്പ് ആദ്യം കഴിച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയിട്ടാണ്. അപ്പോൾ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ഞാൻ കോൺടാക്ട് നമ്പറും കൊടുത്തിട്ടുണ്ട്. എന്താ ആദിക്കുട്ട? ആദിക്കുട്ടൻ്റെ ചില പരീക്ഷണങ്ങളൊക്കെയാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാണിച്ചു കൊടുക്ക്. കണ്ട ടിഷ്യൂ പേപ്പറൊക്കെ വെച്ചിട്ടേ ആളൊരു സാധനം ഉണ്ടാക്കിയിട്ട് അതിനെ തീ കൊളുത്തും. അപ്പം ടിഷ്യൂ പേപ്പർ മിടുക്കനാണ് അല്ലേ, കത്തിയിട്ട് അവൻ്റെ ഫോട്ടോ മാത്രം ഇങ്ങനെ തെളിഞ്ഞു വരും. അപ്പം അത് പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ലൊക്കേഷൻ പരീക്ഷ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. വെച്ചാൽ ഈ പൊതിച്ചോറിന് 10 മണി മുതൽ 11 മണീൻ്റെ ഇടയിൽ വിളിച്ച് പറയണം. അല്ലെങ്കിൽ പെട്ടെന്ന് വന്നിട്ട് ഇങ്ങനെ ചോദിച്ചാൽ ഇവർക്കൂടെ പൊതിഞ്ഞു കൊടുക്കാൻ അങ്ങനെ ഒരുപാട് സ്റ്റാഫോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, തിരക്കായിപ്പോവും. അപ്പോൾ അങ്ങനെയാണ് പൊതിച്ചോറ് വേണ്ടവർ ഒന്ന് വിളിച്ച് പറഞ്ഞാൽ ഉപകാരം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അവസാനിപ്പിക്കുക. പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് ഇനിയും വരാം.